തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ KC സൈമൺ തേശ്ശേരി. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി മർക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിന്റെ 3-ാം വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് ഒരു പക്ഷവാത രോഗിയെ കർത്താവിന്റെ അടുക്കൽ 4 പേര് ചുമന്നുകൊണ്ടുവരുവാനായിട്ട് ഇടയായി. ആ കാര്യമാണ് നാം വായിച്ച് കേട്ടത്. കർത്താവ് ഈ പക്ഷവാത രോഗിക്ക് രോഗസൗഖ്യം കൊടുത്തു. അതിനേക്കാൾ ഉപരിയായി പാപമോചനവും കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. രോഗസൗഖ്യത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് പാപമോചനം എന്നുള്ളത്. ഇവിടെ ഒരു ദൈവപൈതലിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ചിലരെ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ബൈബിൾ നാം വായിക്കുമ്പോൾ കർത്താവിന്റെ അടുക്കൽ തനിയെ പോയ ആളുകളുണ്ട്. ഉദാഹരണം, നിക്കോദിമോസ് കർത്താവിന്റെ അടുക്കൽ തനിയെ പോയ ആളാണ്. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ അവന്റെ പ്രസംഗം കേട്ട് കർത്താവിന്റെ അടുക്കൽ പോയിട്ടുണ്ട്, കർത്താവിനെ പിൻപറ്റിയിട്ടുണ്ട്. അന്ത്രയോസിന്റെ വാക്ക് കേട്ടാണ് പത്രോസ് യേശുവിന്റെ അടുക്കൽ ചെന്നത്. ശമര്യക്കാരത്തി സ്ത്രീയുടെ വാക്ക് കേട്ട് ശമര്യക്കാർ യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ ഇടയായി. ഫിലിപ്പോസ് പറഞ്ഞത് കേട്ടാണ് നഥനിയേല് യേശുവിന്റെ അടുക്കൽ ചെന്നത്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം കർത്താവിന്റെ അടുക്കലേക്ക് ചിലരെ കൊണ്ടുചെല്ലുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ ഇതാ 4 പേര് ചുമന്നുകൊണ്ട് ഒരു മനുഷ്യനെ കർത്താവിന്റെ അടുക്കലോട്ട് കൊണ്ടുചെല്ലുവാൻ ഇടയായി. ഈ 4 ആളുകളുടെ പേരുകൾ നാം വായിക്കുന്നില്ല. എന്നാൽ ഈ 4 പേരുടെ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ അടുക്കലേക്ക് ഒരാളെ കൊണ്ടുപോകണം എന്ന് വരികിൽ ഒന്നാമത് നമുക്കുണ്ടാകേണ്ടത് ഒരു സഹതാപമാണ്, സിമ്പതി. ഈ 4 പേർക്കും തളർവാത രോഗിയായ മനുഷ്യനോടുണ്ടായ സിമ്പതി അഥവാ സഹതാപം കാണുവാൻ സാധിക്കും. കാരണം ഈ തളർവാത രോഗിക്ക്, പക്ഷവാത രോഗിക്ക് തനിയെ യേശുവിന്റെ അടുക്കൽ പോകുവാനായിട്ട് സാധിക്കുകയില്ല. ഇവർ 4 പേരും ആ തളർവാത രോഗിയോട്, പക്ഷവാത രോഗിയോട് സഹതാപമുള്ളവരായി കർത്താവിന്റെ അടുക്കൽ അവനെ കൊണ്ടുചെല്ലുവാൻ ഇടയായിത്തീർന്നു. യേശു കർത്താവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്
കർത്താവ് മനസ്സലിവുള്ളവനും സഹതാപം ഉള്ളവനുമാണ്. രണ്ടാമതായിട്ട് ഈ 4 പേരുടെ സവിശേഷത എന്ന് പറയുന്നത്, ഇവർ 4 പേരും നല്ല സഹകരണമുള്ളവരായിരുന്നു, ഐക്യതയുള്ളവരായിരുന്നു, കോഓപ്പറേഷൻ. ഇവർ 4 പേരും ഐകമത്യപ്പെട്ട് ഈ വ്യക്തിയെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. നമുക്കറിയാം, ഒരു പക്ഷവാത രോഗിയെ ഒരാൾക്ക് തന്നെ എടുത്തു കൊണ്ടുപോകുക എന്ന് പറയുന്നത് പ്രയാസമുള്ളതായ കാര്യമാണ്. ഇതുപോലെ ഇന്ന് ഒരു വ്യക്തിയെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുചെല്ലുവാനായിട്ട് ഒരാളെ കൊണ്ട് തന്നെ കഴിയുകയില്ല. അതിന് ഒരു സഹകരണം ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, ഇവർ 4 പേരും യഥാർത്ഥ സ്നേഹിതന്മാരായിരുന്നു. അവരൊരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹിതന്മാരായിരുന്നില്ല, ഒറിജിനൽ സ്നേഹിതന്മാരായിരുന്നു. അവർ 4 പേരും യഥാർത്ഥ സ്നേഹിതന്മാരായി യേശുവിന്റെ അടുക്കൽ ഈ പക്ഷവാത രോഗിയെ കൊണ്ടുചെന്നു. നാലാമതായിട്ട് അവരുടെ സ്ഥിരത, വിശ്വാസത്തോടുകൂടിയ സ്ഥിരത ഈ 4 പേർക്കും ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തോടെ, സ്ഥിരതയോടെ 4 പേരും കർത്താവിന്റെ അടുക്കൽ ഈ വ്യക്തിയെ കൊണ്ടുചെല്ലുവാനായിട്ടിടയായി. അങ്ങനെ കൊണ്ടുചെന്നു. കർത്താവ് ഈ മനുഷ്യന് പാപമോചനം കൊടുത്തു, രോഗസൗഖ്യം കൊടുത്തു. സൗഖ്യം പ്രാപിച്ച് ഈ വ്യക്തി മടങ്ങിപ്പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികളെ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലുവാൻ നമുക്കും സാധിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ വചനങ്ങളാലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.